Actually, left. ഒരു മിനിറ്റ് കട്ടിയില്ല ആ ബൊക്ക കുഴപ്പമില്ല പിടി ശബരിമല രാജേട്ടൻ കൊടുത്തു ബൊക്ക മാറ്റി താങ്ക് യു എന്തെങ്കിലും ഒന്ന് പറയാനുണ്ടെങ്കിൽ നമുക്ക് വിളിച്ച് പറഞ്ഞിട്ട് ഇപ്പം പരിപാടി തിരിച്ചിടാം. Thank you so much for great response. എല്ലാവർക്കും താങ്ക് യു അത്രേ ഉള്ളൂ. സോ തട്ടല്ലേ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. ഇത്രയും എക്സ്പെക്ട് ചെയ്തില്ല ശരിക്കും. ഇത്രയും ഓഡിയൻസ് റിയാക്ഷൻ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. മനസ്സ് വർക്ക് ചെയ്തതിന്റെ ഒരു എഫേർട്ടിന്റെ ഒരു റിസൾട്ട് ആണല്ലോ. അത് ഒരുപാട് സന്തോഷമുണ്ട്. എന്തായാലും വിജയത്തിലേക്ക് പോട്ടെ. ഓക്കെ താങ്ക് യു താങ്ക് യു. നമ്മ എടുത്തിട്ട് വിടാം. ഗംഭീരായിട്ട് പടം ഫസ്റ്റ് ഷോ കഴിഞ്ഞ് എല്ലാം നല്ല റിവ്യൂ ആണ് പറയുന്നത്. റിവ്യൂ കേട്ടായിരുന്നോ? പിന്നെ എങ്ങനെയുണ്ട് എല്ലാവരും? എങ്ങനെ എന്താ പറയണേ? ശരിക്കും ഒരു റിലീഫാണ്. പിന്നെ എന്ന് വെച്ചാൽ ഇത് മെഗാസ്റ്റാർ ഷോ, അത് കാണുമ്പോൾ നമുക്കറിയാം ആക്ഷൻ. പിന്നെ വൈശാഖ് നന്നായിട്ട് ഒരു പടം ഒരു പ്രസന്റ് ചെയ്തിട്ടുണ്ട്. എല്ലാ ടെക്നീഷ്യൻസും എല്ലാ ആക്ഷൻ പരിപാടികളിലും നമ്മുടെ ആക്ഷൻ കൊറിയോഗ്രാഫർ, പിന്നെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ വിഷ്ണു ശർമ്മ, പിന്നെ എഡിറ്റർ ഷമീർ മുഹമ്മദ്, പിന്നെ മിഥുന്റെ റൈറ്റിംഗ്, ഇതെല്ലാം നന്നായിട്ട് ഒരു പ്രസന്റേഷൻ ആയിട്ട് വന്നിട്ടുണ്ട്. അതാണ് ഇങ്ങനത്തെ ഒരു ഏറ്റവും വലിയ റെസ്പോൺസ്. വി ആർ വെരി ഹാപ്പി, വളരെ ഹാപ്പിയാണ്. തിയേറ്ററിലും മമ്മൂക്കയുടെ അഴിഞ്ഞാട്ടാണെന്നാണ് എല്ലാവരും ഭയങ്കരമായിട്ട്. അല്ലാണ്ട് പിന്നെ അവരുടെ മാത്രമല്ല, അവരുടെ വൺ മാൻ ഷോ ആണ്. കേരളത്തിലെ പ്രേക്ഷകർ നായകന്മാരെ മാത്രമല്ല വില്ലന്മാരെ ഏറ്റെടുത്തിട്ടുണ്ട്, അഭിനയ മികവുണ്ട്. അപ്പൊ അത്തരത്തിൽ ഈ ഒരു ക്യാരക്ടറും ജനങ്ങൾ വളരെയധികം ഏറ്റെടുത്തതായിട്ട് കാണുന്നില്ല. എന്താണ് കേരളത്തിലെ പ്രേക്ഷകരെ കുറിച്ച് പറയുന്നത്? താങ്ക് യു. അത്രേ ഉള്ളൂ. എൻ്റെ ഇത് മാത്രമല്ല, ഇതിന് മുമ്പ് OTT സിനിമ വരുമ്പോൾ എനിക്ക് ഏറ്റവും വലിയ റെസ്പോൺസിബിലിറ്റി എനിക്ക് കേരളത്തിലാണ്. അങ്ങനെ എൻ്റെ ഗരുഡഗമന, അതിൻ്റെ ശേഷം ടോബി, എല്ലാ പടത്തിലും ഇങ്ങനത്തെ ഒരു റെസ്പോൺസ് ഇവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. സോ താങ്ക് യു. അത്ര മാത്രമേ എനിക്ക് പറയാൻ പറ്റൂ. പിന്നെ ഒരു നല്ല സിനിമ ചെയ്യാൻ ഒരു ട്രൈ ചെയ്യും, കാണാം എന്താ. ഇതിനകത്ത് നായകന്റെ ഇൻട്രോ അല്ലാതെ വില്ലനിക്ക് ഭയങ്കര ഇൻട്രോ കൊടുത്തിട്ടുണ്ട്. അത് അവരുടെ വലിയ ക്വാളിറ്റിയാണ്, അത്രേ ഉള്ളൂ. അത് ഞാൻ ചെറിയ മനുഷ്യനാണ്, പക്ഷെ ഭയങ്കര ഇൻട്രോ ആയിരുന്നു. എനിക്ക് പേടിയായി അത്ര വലിയ ഹെലികോപ്റ്ററിൽ. പക്ഷെ ആ ക്യാരക്ടറുടെ ഒരു ക്വാളിറ്റിയാണ് അങ്ങനെ, ഒരു ഏതും കെയർ ചെയ്യാതെ ഒരു സ്ട്രോങ് നെഗറ്റീവ് ക്യാരക്ടറാണ്. ചെയ്യുമ്പോൾ വളരെ ഒരു ഹാപ്പിനെസ് കിട്ടി. ഒരു നല്ല ക്യാരക്ടർ. ഇപ്പൊ ചേട്ടൻ ഓപ്പോസിറ്റ് ഒരു ലെജൻഡായ മമ്മൂക്ക എന്നൊരു നടനാണ്. അതെ, എന്തായിരുന്നു ശരിക്കും പേടി? പിന്നെന്താ, പേടി മാത്രമേ ഉള്ളൂ, നെഞ്ചിലൊരു പേടിയാണ്. എന്ന് വെച്ചാൽ എന്റെ ഡയലോഗ് കുറച്ചും കൂടി ഐ ആം ഹാവിങ് എ ഡൗട്ട്, ശരിയായിട്ട് പറയാൻ പറ്റുമോ എനിക്ക് ഡയലോഗ്.
തെറ്റിപ്പോവും, അതാണ് എൻ്റെ വലിയ പേടി. പക്ഷെ അവർ നല്ല സപ്പോർട്ടിങ് കോ ആക്ടറാണ്. അവർ എപ്പോഴും സപ്പോർട്ട് ചെയ്യും. നമ്മുടെ ഏത് ബുദ്ധിമുട്ടുണ്ടായെങ്കിലും ഏത് കുഴപ്പമായെങ്കിലും ഏത് തെറ്റായെങ്കിലും അവർ അഡ്ജസ്റ്റ് ചെയ്യും. അതാണ് അവരുടെ സ്വീറ്റ് ക്വാളിറ്റി. ഇപ്പോൾ നമുക്കറിയാം നിലവിൽ കണ്ട് വളർന്നിട്ടുള്ള ഒരു വില്ലൻ അപ്പിയറൻസ് അല്ല ഇത് കാണുന്നത്, ഒരു പ്രത്യേക തരത്തിലുള്ള വേഷവിധാനങ്ങൾ. അപ്പോൾ അത്തരത്തിലുള്ള വേഷവിധാനങ്ങൾ എങ്ങനെയുണ്ട് ബിഗ് സ്ക്രീൻ കാണുന്ന സമയത്തും അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന അന്ന് തോന്നിയിരുന്നു? അതിൽ എൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ട്. അത് ആക്ച്വലി നമ്മുടെ വൈശാഖേട്ട, പിന്നെ മിഥുൻ്റെ, പിന്നെ ഇതിൻ്റെ കോസ്റ്റ്യൂം ചെയ്തിട്ടുള്ള മെൽവിയുടെ, പിന്നെ സിനിമാറ്റോഗ്രാഫറുടെ, പിന്നെ ആർട്ട് ഡയറക്ടറുടെ, പിന്നെ പ്രൊഡക്ഷൻ ഹബ്സിൻ്റെയാണ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ. ഐ എം ജസ്റ്റ് ആക്ടിങ്, അത്രേ ഉള്ളൂ. എൻ്റെ കോസ്റ്റ്യൂമും എൻ്റെ ബീഡിയും എൻ്റെ പുല്ലും എൻ്റെ എല്ലാ കണ്ണടിയും എല്ലാം അവരുടെ ഡിസിഷനാണ്. പക്ഷെ അത് ക്യാരക്ടർക്ക് എങ്ങനെ സ്വാഗ് വേണോ അത് ഡയറക്ടർ he will teach us, but we need to do that, that's all. എങ്ങനെയുണ്ടായിരുന്നു മമ്മൂക്കൻ്റെ ആ ഒരു കോമ്പിനേഷൻ സീൻസ്? എനിക്ക് വളരെ പേടിയായിട്ടുള്ള സീനാണ് ഫൈറ്റിംഗ് സീൻ. എന്ന് വെച്ചാൽ തട്ടിയാൽ എന്ത് ചെയ്യും. ഐ വാസ് ടെല്ലിംഗ് ഡയറക്ടർ, ഇഫ് ഐ ആക്സിഡന്റലി ഹിറ്റ് Mammootty sir, I will run from here to Karnataka. I will never come back. But he was very cooperative. അങ്ങനെ പിന്നെ നല്ല ഒരു എഫേർട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം താങ്കളുടെ മേഖലയിൽ മികച്ച അഭിനയം കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നിരുന്നാലും ഈ അഭിനയത്തിന്റെ ഒരു പാരമ്പര്യം പരിശോധിച്ച് നോക്കുകയാണ് മമ്മൂക്ക നമ്മളൊക്കെ ഒരുപാട് സീനുകളാണ്. അപ്പൊ അത്തരത്തില് അഭിനയത്തിന്റെ സമയത്തോ അങ്ങനെ എന്തെങ്കിലും സജഷൻസോ നിർദ്ദേശങ്ങളോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ഫസ്റ്റ് സീനാണ്. എൻ്റെ ഫസ്റ്റ് സീനിൽ ഞാൻ അതൊരു സ്റ്റേഷൻ്റെ ഒരു സീനുണ്ട്, അത് കണ്ടിട്ടുണ്ടായിരുന്നു. സ്റ്റേഷനിൽ ഒരു സീനുണ്ട്. ആ സീനിൽ വരുമ്പോൾ എനിക്ക് തമിഴ് ഡയലോഗ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തമിഴ് ഒരു വാക്ക് പോലെ അറിയില്ല. അങ്ങനെ ഞാൻ അത് സീൻ പഠിച്ചു, പിന്നെ വായിച്ചിട്ട് ഞാൻ ബയാട്ട് പഠിച്ചിട്ട് ഞാൻ സെറ്റിക്ക് വന്നു. അപ്പോൾ ലാസ്റ്റ് മൊമെൻറ്റിൽ അത് മാറ്റി, അത് മലയാളം ചെയ്തു. അപ്പോൾ ഒരു വലിയ ഡയലോഗാണ് ഞാൻ മലയാളത്തിൽ പറയുന്നു. മമ്മൂട്ടി സാർക്ക് ഒരു ഡയലോഗ് കൂടെ അല്ല, അവർ ജസ്റ്റ് സ്റ്റെയറിങ് കെട്ടി. എനിക്ക് പേടി, ഞാൻ പേടിച്ചു. അങ്ങനെ കുറച്ചും കൂടി എൻ്റെ മോഡുലേഷൻ അത് ഇതും കുറച്ച് തെറ്റി. അപ്പോൾ അവർ പറഞ്ഞു എൻ്റെ അടുത്ത് ഒരു പേടിയും വേണ്ട, അത് എപ്പോഴും വേറെ ലാംഗ്വേജിൽ പോകുമ്പോൾ അങ്ങനെ 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 സ്റ്റാർട്ടിങ് അങ്ങനെ തുടങ്ങുമ്പോൾ അങ്ങനെ ആവും. So he actually guided me how to do it and how to do the modulation and everything. അപ്പോൾ എനിക്ക് കംഫർട്ടബിൾ ആയി. ഇവിടെ ഈ സെറ്റിൽ ആരും എന്നെ ജഡ്ജ് ചെയ്യില്ല, എനിക്ക് നന്നായിട്ട് ചെയ്താൽ സപ്പോർട്ട് ചെയ്യുന്ന എനിക്ക് മനസ്സിലായി. അങ്ങനെ പിന്നെ കംഫർട്ടബിൾ ആയി. ഫോൺ അടിച്ചായിരുന്നു. ഞാൻ തൃശ്ശൂരിലുണ്ടായിരുന്നു. ഞാൻ തൃശ്ശൂർ രാഗം തിയേറ്ററിൽ പോയിട്ട് ഈ പടം കണ്ടു. അതിൻ്റെ വെച്ചാൽ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്കെടുത്ത് ഒരു വലിയ മാസ് പടം നമ്മുടെ രാഗം തിയേറ്ററിൽ കാണണം. അത് എൻ്റെ ഭാഗ്യമാണ്. എൻ്റെ പടം പിന്നെ മമ്മൂട്ടി സാറുടെ പടം അത് കാണാൻ എനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. അപ്പോൾ അവിടുത്തെ തിയേറ്റർ ഓണർ സുനിലേട്ട വിളിച്ചായിരുന്നു. അപ്പോൾ മമ്മൂക്കാനെ എനിക്ക് കൊടുത്തു. സോ അപ്പോൾ ഐ ടോൾഡ് ലൈക്ക് ഇറ്റ് വാസ് മൈ ഡ്രീം ടു വാച്ച് യു ഹിയർ. സോ ഐ എം ഫൈനലി വാച്ചിങ് ഇറ്റ്. ഐ എം വെരി ഹാപ്പി. സോ ഹി വാസ് ഓൾസോ വെരി ഹാപ്പി. രണ്ട് സൂപ്പർ സ്റ്റാറുകൾ ഒരു ഫൈറ്റ് ആണ് എന്നാണ് മലയാളികൾ പറയുന്നത്. ഇല്ല, ഒരു സൂപ്പർ സ്റ്റാർ മാത്രമേ ഉള്ളൂ. ഞാൻ ഒരു ചെറിയ ആക്ടറാണ്. ഒരു 10 പടം കൂടെ ചെയ്തിട്ടില്ല. അതൊരു ചെറിയ ആക്ടറാണ്. പക്ഷെ 2 പടത്തോടുകൂടി താങ്കളുടെ സൂപ്പർ സ്റ്റാർ ആണ്. ഇല്ല, സൂപ്പർ സ്റ്റാർ ഒന്നുമല്ല. ഞാൻ ഒരു ആക്ടറാണ്, അത്രേ ഉള്ളൂ. ഞാൻ ഒരു ടെക്നീഷ്യൻ. അതിന് മുമ്പ് ഞാൻ ടെക്നീഷ്യനാണ്. സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടി സാർ മാത്രമേ ഉള്ളൂ. സോ വി ആർ ഓൾ ആക്ച്വലി സപ്പോർട്ടിങ്, ദാറ്റ്സ് ഓൾ. അത് അവരുടെ പടമാണ്. അതെ, ആ ഫൈറ്റ് ഗീറ്റ് എന്ത് ചെയ്തെങ്കിലും അത് ആക്ച്വലി അവരുടെ കൊറിയോഗ്രാഫി നന്നായിട്ട് ചെയ്തു. അത് ഇത്ര കോംപ്ലെക്സ് ഫൈറ്റ് ഉണ്ടെങ്കിലും അവർ പക്ഷേ അത്ര ആർട്ടിസ്റ്റ് we were not getting tired at all. We were not getting tired. അത്ര ഈസി ആയിട്ട് ചെയ്ത് കൊടുത്ത് അങ്ങനെ നമുക്കത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ പടം കാണുമ്പോൾ നമുക്ക് 73 വയസ്സായിരുന്നാലും അറിയില്ല. അവർക്ക് വയസ്സ് അവരൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്ക് ഫീൽ ആവും. ആ ചേസും ആ പരിപാടിയും കാണുമ്പോൾ നമുക്കൊരു ബ്രെത്ത്ലെസ് ഫീൽ വരും. അയ്യോ ഇതെന്താണ്. നമ്മുടെ നാട്ടിലെ നാറ്റീവ് ആയിട്ടുള്ള ആളുകളെ ഫ്രണ്ട്സോ ആരെങ്കിലും സിനിമ കണ്ടോ? എന്താണ് അവരുടെ അഭിപ്രായം? അയ്യോ അവിടെയും വലിയ ഹിറ്റാണ്. അവിടെയും ഏറ്റവും ആൾക്കാർ അവിടെ കണ്ടിട്ടുണ്ട്, ടാഗ് ചെയ്തിട്ടുണ്ട്. അവിടെയും അവർക്കും ഒരു വളരെ സന്തോഷമാണ്. അവരുടെ നാട്ടിലെ ഒരു ആക്ടർ ഇത്ര വലിയ സൂപ്പർ സ്റ്റാറുടെ മുമ്പ് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ ചെയ്യുമ്പോൾ അവർക്കും ഒരു സന്തോഷമുണ്ട്. അത് എല്ലാവരും അവിടെയും ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി മലയാള സിനിമത്തിൽ ഇത് കർണാടകത്തിൽ വലിയ റിലീസാണ്. എങ്ങനെ പോകുന്നു ഒരു എന്റർടൈനറാണ്. പ്ലീസ് കം ടു വാച്ച് യുവർ മെഗാ സ്റ്റാർ മമ്മൂട്ടി സാർ. അത്രേ ഉള്ളൂ. ഫണ്ണി ക്വസ്റ്റ്യൻ, ജീവിതത്തിൽ വില്ലനാണോ?
അറിയില്ല അല്ലേ, എല്ലാവരും അല്ലേ, വി ആർ ഓൾ വില്ലൻസ് അല്ലേ, ബട്ട് ട്രൈങ് ടു ബി എ ഹീറോ. അത്ര ഞാൻ വില്ലനും കോമഡിയും എല്ലാം ഹീറോ അല്ല. താങ്ക് യു സോ മച്ച്. അപ്പൊ നമ്മൾ ഒരു ചിലപ്പോ ഹീറോ ആണെങ്കിൽ മറ്റുള്ള ഒരാൾക്ക് നമ്മൾ വില്ലനായിരിക്കും. അതെ അങ്ങനെ മാറി മാറി വരുന്നുണ്ടോ? അപ്പൊ എങ്ങനെ കാണുന്നു ഇനി വരുന്ന സിനിമകളിൽ കൂടുതൽ എത്തരത്തിലുള്ള ഒരു ക്യാരക്ടേഴ്സ് മാറുമോ? ഇല്ല, എനിക്ക് വിലൻ ഇന്നൊരു തവണ ചെയ്യണമെന്ന് ഒരു എനിക്ക് ആഗ്രഹം ഇല്ല. എൻ്റെ ഉള്ളിൽ എനിക്കൊരു പുതിയ റോളില്ലെങ്കിൽ എനിക്ക് ചെയ്യണം, അങ്ങനത്തെ ഒരു ഇതുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ട്. അറിയില്ല, ഇപ്പൊ എനിക്ക് കുറച്ചും കൂടി ടൈം ചെയ്യാൻ പറ്റില്ല. എന്ന് വെച്ചാൽ എന്നെ ഒരു വെബ് സീരീസിലൊക്കെ എഴുതിയിട്ടുണ്ട്, അത് കുറച്ച് ടൈം ആണ്. താങ്ക് യു സോ മച്ച്. എല്ലാ ഡിപ്പാർട്ട്മെന്റ്സും അടിപൊളിയായിട്ടുള്ളവരാണ് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഡയറക്ടർ ആണെങ്കിലും സ്ക്രിപ്റ്റ് റൈറ്റർ ആണെങ്കിലും ക്യാമറ ആണെങ്കിലും അതിന്റെ പിന്നെ ആക്ടേഴ്സ് പറയണ്ടല്ലോ, മമ്മൂക്ക എല്ലാ രീതിയിലും അടിപൊളിയാണ്. അപ്പം നമുക്ക് നമ്മുടെ ഭാഗം ബെസ്റ്റായിട്ട് ചെയ്യണം, അത് മാത്രമായിരുന്നു എൻ്റെ മൈൻഡിലുണ്ടായിരുന്നത്. ബിക്കോസ് ബാക്കിയുള്ളവരെല്ലാവരും തകർക്കും നമുക്കറിയാം, അതിൽ നമുക്ക് പിടിച്ചിരിക്കാൻ പറ്റണം. അപ്പോൾ എൻ്റെതായ രീതിയിൽ ഞാൻ എഫേർട്ട് എടുത്ത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു എഫേർട്ടാണ് ഉണ്ടായിരുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും എഫേർട്ട് എടുത്തു പറഞ്ഞാൽ എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരോട് ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട്? സിനിമയ്ക്ക് പ്രത്യേകിച്ച് എഫേർട്ട്, ഇപ്പൊ ഞാൻ ആ ക്യാരക്ടറിന് വേണ്ടിയിട്ട് കുറച്ച് വെയിറ്റ് ലോസ് എന്നുള്ള രീതി, കുറച്ചുകൂടെ ചെറിയ ക്യാരക്ടറാണ് എൻ്റെ ഏജിനെക്കാളും. അപ്പൊ അത് കാരണം ഞാൻ അങ്ങനത്തെ രീതിയിൽ ഇത് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. പിന്നെ അതിന്റെ കോസ്റ്റ്യൂംസ് ആണെങ്കിലും അതിന്റെ ഹെയർ സ്റ്റൈൽ ഇതൊക്കെ കുറച്ചൊക്കെ റിസർച്ച് ചെയ്തു ഞാനായിരുന്നു റെഫറൻസ് കൊടുത്തിരുന്നത്. അപ്പം അങ്ങനത്തെ എഫേർട്ട് കുറച്ച് ഞാൻ ഇട്ടിട്ടുണ്ട് ആ ക്യാരക്ടറിലെ മേക്കിങ്ങിലേക്ക്. പിന്നെ പെർഫോമൻസിൽ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ കുറച്ച് സാധനങ്ങൾ അങ്ങനെ ഒക്കെ ചെയ്തിട്ടുള്ളൂ. മറക്കാൻ പറ്റാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ? മറക്കാൻ പറ്റാത്ത ശരിക്കും കുറച്ച് സീൻസ്, ഒരു സീൻ ആക്ച്വലി എനിക്ക് ക്യാമറ തന്നിട്ടുണ്ട്, ഡ്രോൺ എൻ്റെ കൈ തന്നിട്ടുണ്ടായിരുന്നു ഓപ്പറേറ്റ് ചെയ്യാൻ. ബിക്കോസ് കാറിൻ്റെ ഉള്ളിൽ നമുക്കത് ക്യാമറമാനിന് ഇരുന്ന് ഷൂട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായത് കാരണം ഇങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യാനുള്ള സാധ്യത അത് ആക്ച്വലി യൂസ് ചെയ്തിട്ടില്ല പടത്തിൽ. പക്ഷേ എനിക്കതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ബിക്കോസ് ഞാൻ ടെക്നിക്കലി ഒരിക്കലും അങ്ങനെ വർക്ക് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു ഡ്രോൺ ലൈക്ക് അത് പിടിച്ച് ഓപ്പറേറ്റ് ചെയ്യുക അതൊന്നും എനിക്ക് അറിയത്തില്ല. അത് ഫസ്റ്റ് ടേക്കിൽ തന്നെ ഓക്കെ ആയി, ജസ്റ്റ് റിഹേഴ്സ് ചെയ്ത് ഫസ്റ്റ് ടേക്കിൽ ഓക്കെ ആയി. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷം. അപ്പോൾ അതായിരുന്നു എനിക്ക് മറക്കാൻ പറ്റുന്നത്. അത്തരത്തിൽ ആ സീന് മാറ്റിയതിൽ എന്തെങ്കിലും നിരാശയുണ്ടോ? അതും കൂടി വരണം അങ്ങനെയൊന്നും ഇല്ല. ഇപ്പൊ എന്തെങ്കിലും അതിനേക്കാളും വേറെ ഒരുപാട് അടിപൊളി സീൻസ് ഉള്ളത് കൊണ്ടായിരിക്കും, അതിന്റെ ഒപ്പം നിൽക്കാത്തത് കൊണ്ടായിരിക്കും ചിലപ്പോൾ അത് യൂസ് ചെയ്യും. അതൊന്നും എനിക്കൊരു ഇതല്ല, എനിക്കൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ മാത്രമല്ല പടം സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് ഡേ പൂജ കഴിഞ്ഞ ശേഷം എൻ്റെ ഷോട്ടാണ് എടുക്കുന്നത്, എൻ്റെ ഫേസാണ്. അപ്പോൾ അത് ഭയങ്കര ടെൻഷനായിരുന്നു എനിക്ക്. പക്ഷെ ഇപ്പം ഞാനത് ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. സ്റ്റാർട്ട് ചെയ്തപ്പോൾ എന്നെ വെച്ചിട്ടാണല്ലോ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെയൊക്കെ ഒരു സന്തോഷം എനിക്കുണ്ട്. ഈ സിനിമയുടെ ഒരു ഫസ്റ്റ് നമുക്ക് അറിയാം പ്രേക്ഷകരുടെ റിവ്യൂ വന്നു, എന്താണ് അഭിപ്രായം? നല്ലത് പറയുന്നുണ്ട് ആൾക്കാർ, ഒരുപാട് സന്തോഷം, ഇഷ്ടപ്പെടുന്നത് ഒരുപാട് നന്ദി. പടം പോയി കണ്ടവർക്കും. ഞാൻ പടം കണ്ടിട്ടില്ല, കണ്ടവരാണ് പറയേണ്ടത്. നമ്മുടെ പടത്തിനെ പറ്റി നമ്മൾ തന്നെ പറയുന്നത് ശരിയാണ്. ഓക്കെ, നമുക്കറിയാം ഇതിലെ റൈറ്ററാണെങ്കിലും സംവിധായകനാണെങ്കിലും നമ്മുടെ നായകനാണെങ്കിലും എല്ലാം വളരെ ലെജൻസ്. അതെ, അത്തരത്തില് നമ്മളിപ്പോ നല്ല അഭിനയിക്കുകയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും വളർന്നു വരുന്ന ഒരാളെ എന്നുള്ള നിലയിൽ ഇത്ര ലെജൻസ് ആയിട്ടുള്ള ആളുകൾ ഒപ്പം അഭിനയിക്കുന്ന വർക്ക് പറഞ്ഞതുപോലെ വലിയ പേരുകൾ എല്ലാം ഒന്നിച്ചു വരുന്ന ഒരു വലിയ സിനിമയുടെ ചെറിയ ഭാഗങ്ങൾ ഭയങ്കര ഭാഗ്യമുള്ള കാര്യമാണ്. പിന്നെ മാസ് പടങ്ങളിൽ നമ്മൾ എത്ര എന്ത് എന്നുള്ളതല്ല, ഒരു ദിവസമാണെങ്കിലും ഒരു മണിക്കൂർ കുറച്ച് നിമിഷമാണെങ്കിലും ചെയ്യുന്നത് ഭയങ്കര സന്തോഷമുള്ള കാര്യം. ഓക്കെ, എന്തെങ്കിലും മറക്കാനാവാത്ത എക്സ്പീരിയൻസസോ എന്തെങ്കിലും ഷെയർ ചെയ്യാൻ ഈ ഒരു മാസ് പടത്തിൽ? അല്ല, ഇതിന്റെ എനിക്ക് കിട്ടുന്ന ഫസ്റ്റ് കോൾ തന്നെ ആയിരിക്കും എൻ്റെ ഏറ്റവും നല്ല മെമ്മറി. അത് ഇത്രയും വലിയൊരു സിനിമയിലേക്ക് നമ്മളെ ക്ഷണിച്ചു എന്നുള്ളത് തന്നെ വലിയൊരു ഭാഗ്യമായിട്ട്. എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് എത്തിയത് അതൊന്ന് പറയാം കുറച്ച്? ഞാൻ എൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റാണ് ഏരിയ ചിസ്മയ ഡബിങ് സ്റ്റുഡിയോ. അപ്പോൾ നമുക്ക് എപ്പോൾ ഡബ് ചെയ്യാൻ വന്നാലും ഞാൻ ചുമ്മാ കയറി പോകും, കൊടുക്കാനോ അല്ലെങ്കിൽ സംസാരിക്കാനോ ഒക്കെ പോകും. അപ്പം അങ്ങനെ മമ്മൂട്ടി കമ്പനി തുടങ്ങി കഴിഞ്ഞ സമയത്ത് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു, എല്ലാവരെയും പോലെ തന്നെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഒരു സിനിമയുടെ ഭാഗം. അപ്പോൾ ഞാൻ ചോദിക്കും എന്തെങ്കിലും എനിക്ക് പറ്റുന്ന വേഷം ഉണ്ടോ എന്ന് ചോദിക്കും. നിനക്ക് പറ്റുന്നൊന്നുമില്ല എന്ന് പറയുന്നത്. പക്ഷെ എന്നാലും അത് കഴിഞ്ഞ് കോയിൻസിഡൻഷ്യലി ഒരു 2 മാസമൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈശാഖാട്ടം വിളിച്ചു, എങ്ങനെ ടെർബോ എന്ന് പറഞ്ഞ സിനിമയിലെങ്കിലും വേഷം. ഈ പേരുകൾ കേട്ടാൽ നമ്മളൊന്നും ആലോചിക്കില്ലല്ലോ, അങ്ങനെയാണ് ഉണ്ടായിരുന്നത്. മമ്മൂക്ക നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നമ്മളായാലും എല്ലാവരും മമ്മൂക്കയുടെ ഒരു വലിയൊരു ആരാധകനുണ്ട്. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ സിനിമയിൽ അഭിനയിക്കുന്ന സമയത്ത് എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു? അഭിനയിക്കുന്ന സമയത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. എനിക്ക് കോമ്പിനേഷൻ ഉള്ള സമയത്തൊക്കെ
നോക്കി നിൽക്കുക, ആസ്വദിക്കുക, മീൻസ് സ്ക്രീനിൽ ആസ്വദിക്കുന്ന പോലെ നേരിട്ട് കാണുന്നതും അതിലേറെ ഭംഗിയുള്ള കാഴ്ചയാണ്. അപ്പം ഞാൻ എൻ്റെ സീൻസ് ഉള്ള സമയത്തൊക്കെ ഞാൻ പോയി നിൽക്കും, നോക്കും. ഞാൻ അഭിനയിക്കുന്നതിലും കൂടുതൽ കണ്ടാസ്വദിക്കുകയാണ് ചെയ്യുന്നത്. ഫ്രണ്ട്സൊക്കെ എന്താ പറഞ്ഞത്? കുറച്ച് പേരൊക്കെ വിളിക്കുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നു എന്ന് പറയുന്നുണ്ട്. ഈ നമുക്ക് കുറച്ചു നേരം കൂടെ കഴിഞ്ഞാൽ അറിയാം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നു. അടുത്ത പ്രൊജക്ടുകൾ എന്തെങ്കിലും ഇനിയിപ്പം നാഗേന്ദ്രൻ ഹണിമൂൺസ് എന്നിട്ട് ഹോട്ട്സ്റ്റാറിന് വേണ്ടിയിട്ട് ഒരു സീരീസ് ഉണ്ട്. ജൂൺ പകുതിയൊക്കെ ആകുമ്പോഴത്തേക്ക് ഒരു അനൗൺസ്മെന്റ് ഉണ്ട്, ഒരു 2 ആഴ്ചക്കുള്ളിൽ അത് അവർ തന്നെ അനൗൺസ് ചെയ്യുന്നത്. നിങ്ങളൊരു ഇടിപ്പടമാണെന്നാണ് പ്രേക്ഷകരുടെ ഇടി വിത്ത് കോമഡി. എന്നാൽ തുടക്കം മുതൽ മമ്മൂക്കയുടെ ഒരു എന്റർടൈനർ ആണ് എല്ലാവർക്കും. അതായത് ഫാമിലി ആണെങ്കിലും അല്ലാണ്ട് ഇതാണെങ്കിൽ എല്ലാവർക്കും കണ്ട് ആസ്വദിക്കാൻ ആഘോഷിക്കാവുന്ന ഒരു സിനിമയാണ്. അപ്പോൾ നമുക്ക് ഒരു അടുത്തൊരു 100 കോടി ക്ലബിൽ ഇടിച്ചു കയറുന്ന ഒരു സിനിമയായിട്ട് ദൈവാനുഗ്രഹിച്ച് നടക്കട്ടെ.